പ്രിയ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഓഗസ്റ്റ് മാസത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് ആണ്. ഓഗസ്റ്റ് 2025 ആനുകാലിക വിവരങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്. ഇനി വരുന്ന എല്ലാ തരത്തിലുള്ള എക്സാമിനേഷനും പ്രയോജനം ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. നമുക്കറിയാം 71st നാഷണൽ ഫിലിം അവാർഡ്സ് ഒക്കെ പ്രഖ്യാപിച്ചു എന്നറിയാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കുന്നുണ്ട്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഓഗസ്റ്റ് 10 മുതൽ 16 വരെയുള്ള ആനുകാലിക വിവരങ്ങളാണ് നോക്കുന്നത്. ഇതിനകത്ത് ഓപ്പറേഷൻ മഹാദേവിനെ കുറിച്ചും നിസാർ, അതേപോലെ അപ്പാച്ചെ, സൂതിക മിത്ര ഇവയൊക്കെ എന്താണെന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ്, 2023 പുരസ്കാരമാണ്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 2025 പ്രഖ്യാപിച്ചതെന്നറിയാം. അപ്പോൾ ഇതിനകത്ത് മികച്ച സിനിമ നിങ്ങൾ കണ്ടു കാണും. 12th ഫെയിൽ എന്ന് പറയുന്ന മൂവിയാണ് മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. സംവിധാനം വിനോദ് ചോപ്രയാണ്. 2025 പ്രഖ്യാപിച്ച 2023 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന് മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച നടന്മാരായി 2 പേരെ തിരഞ്ഞെടുത്തിരുന്നു. ജവാനിലെ അഭിനയത്തിന് ഷാറൂഖ് ഖാനും 12th ഫെയിലിലെ അഭിനയത്തിന് വിക്രാന്ത് മാസിയും. അതുപോലെ തന്നെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് റാണി മുഖർജിയാണ്. മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടിക്കുള്ള അവാർഡ് റാണി മുഖർജിക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. മികച്ച സംവിധായകനായിട്ട് ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന കുറേ വിവാദമൊക്കെ ആയ ഒരു ചിത്രമാണല്ലേ, സുദീപ് ദോസൻ ആണ് തിരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച സംവിധായകനായിട്ട്. അപ്പോൾ മികച്ച സിനിമ 12th ഫെയിലാണ്. സംവിധാനം വിനോദ് ചോപ്രയാണ്. മികച്ച നടന്മാരായിട്ട് ജവാനിലെ അഭിനയത്തിന് ഷാറൂഖ് ഖാനെയും 12th ഫെയിലിലെ അഭിനയത്തിന് വിക്രാന്ത് മാസിയെയും തിരഞ്ഞെടുത്തു. മികച്ച നടിയായിട്ട് മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് റാണി മുഖർജിയെ തിരഞ്ഞെടുത്തു. മികച്ച സംവിധായകനായി ദ കേരള സ്റ്റോറിയുടെ സംവിധായകൻ സുദീപ് ദോസെനെയും തിരഞ്ഞെടുത്തു. മികച്ച മലയാള ചിത്രം നമുക്കറിയാം ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ക്രിസ്റ്റോ ടോമിയാണ് സംവിധാനം ചെയ്തിരിക്കുന്ന ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന ആ സിനിമയിലെ അഭിനയത്തിനാണ് മലയാളിയായ ഉർവശിക്ക് എന്ത് ചെയ്ത് മികച്ച സഹനടിക്കുള്ള അവാർഡ് കരസ്ഥമാക്കാൻ കഴിയും. മികച്ച സഹനടൻ വിജയരാഘവനാണ് പൂക്കാലത്തിലെ അഭിനയത്തിന്. മികച്ച സഹനടി ഉർവശിയാണ് ഉള്ളൊഴുക്കിലെ അഭിനയത്തിന്. ഇനി അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോകുക. 2025 ബുക്കർ സമ്മാനത്തിനുള്ള ആദ്യ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ വംശജയാണ് കിരൺ ദേശായിയാണ്. 2025 ബുക്കർ സമ്മാനത്തിനുള്ള ആദ്യ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ വംശജയാണ് കിരൺ ദേശായി. കിരൺ ദേശായിയുടെ നോവൽ ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്നാണ് കിരൺ ദേശായിയുടെ നോവൽ. ആ നോവലാണ് ബുക്കർ സമ്മാനത്തിലുള്ള ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചത്, ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. ഈ 2006 ബുക്കർ പുരസ്കാര ജേതാവ് കൂടിയാണ് ഈ കിരൺ ദേശായി. കിരൺ ദേശായിക്ക് 2006 ബുക്കർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2025 ബുക്കർ സമ്മാനത്തിലുള്ള ആദ്യ പട്ടികയിൽ ഈ കിരൺ ദേശായി എന്ത് ചെയ്തു, ഇടം പിടിച്ചു. ഇന്ത്യൻ വംശജയാണ് കിരൺ ദേശായി. ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന നോവലാണ് ഇടം പിടിച്ചത്. അടുത്ത പോയിന്റ്, ലോകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് അടുത്തിടെ കർണാടകയിലെ കോലാർ സ്വദേശിയിൽ കണ്ടെത്തി. ആ പുതിയ രക്തഗ്രൂപ്പിന്റെ പേരെന്നറിഞ്ഞിരിക്കണം ക്രിബ് എന്നാണ്. ക്രിബ് CRIB. ലോകത്ത് ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു രക്തഗ്രൂപ്പ് അടുത്തിടെ കർണാടകയിലെ കോലാർ സ്വദേശിയിലാണ് കണ്ടെത്തിയത്. ക്രിബാണ്. അടുത്ത 2025 ഓഗസ്റ്റ് ഇംഗ്ലണ്ടിൽ വീശിയടിച്ച കൊടുങ്കാറ്റാണ് ഫ്ലോറിസ്. 2025 ഓഗസ്റ്റിലാണ് ഇംഗ്ലണ്ടിൽ വീശിയടിച്ചത് ഫ്ലോറിസ്. അടുത്ത പോയിന്റിലേക്ക് നമുക്കൊന്ന് പോയാലോ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, കൂട്ടുകാരെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, നമുക്ക് പ്രയോജനം ചെയ്യുന്ന ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ്. US വില്യം പട്ടേഴ്സൺ സർവകലാശാല നടത്തിയ ന്യൂട്രീഷൻ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ പഴമാണ് നാരങ്ങയാണ്. US വില്യം പട്ടേഴ്സൺ സർവകലാശാല നടത്തിയ ന്യൂട്രീഷൻ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ പഴം നാരങ്ങ. 2025 ഓഗസ്റ്റിൽ നമുക്കറിയാം മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന അന്തരിച്ച വ്യക്തിയാണ് ഷിബു സോറൻ. ഷിബു സോറന്റെ മകനായ ഹേമന്ത് സോറനാണ് നിലവിലത്തെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി എന്ന് നിങ്ങൾക്കറിയാം. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ വ്യക്തിയാണ് ഷിബു സോറൻ. അടുത്ത 2025 ഓഗസ്റ്റിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം ഉണ്ടായ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡാണ്.
2025 ഓഗസ്റ്റിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയമുണ്ടായ സംസ്ഥാനം. കാരണം ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിക്ക് സമീപമുള്ള വാർത്തകളിലൂടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതാണ്, ധാരാലി എന്ന ഗ്രാമമാണ് ഒലിച്ചുപോയത് അല്ലേ, മിന്നൽ പ്രളയത്തിൽ ഒലിച്ചുപോയത്. അതിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും അല്ലെ. ധാരാലി എന്ന് പറയുന്ന ഗ്രാമമാണ്. പുഷ്കർ സിംഗ് ധാമിയാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി എന്ന് നിങ്ങൾക്കറിയാം. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത പോയിന്റ് 2025 പെൻ ട്രാൻസ്ലേറ്റ്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരിയെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. ഗീതാഞ്ജലി ശ്രീയാണ് 2025 പെൻ ട്രാൻസ്ലേറ്റ്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരിയാണ് ഗീതാഞ്ജലി ശ്രീ. അടുത്തത് ലണ്ടൻ ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ സാഹിത്യ സംഘടനയാണ് ഈ ഇംഗ്ലീഷ് പെൻ ആണ് ഈ പുരസ്കാരം നൽകുന്നത് അറിഞ്ഞിരിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പെൻ ട്രാൻസ്ലേറ്റ്സ് പുരസ്കാരം നൽകുന്നത് ലണ്ടൻ ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ സാഹിത്യ സംഘടനയായ ഇംഗ്ലീഷ് പെൻ ആണ് പുരസ്കാരം നൽകുന്നത്. അപ്പോൾ 2025 പെൻ ട്രാൻസ്ലേറ്റ്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരിയാണ് ഗീതാഞ്ജലി ശ്രീ. ഗീതാഞ്ജലി ശ്രീയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. 2022 ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാര ജേതാവ് കൂടിയാണ് ഗീതാഞ്ജലി ശ്രീ. 2022 ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഗീതാഞ്ജലി ശ്രീക്കാണ്. അടുത്തത് ദക്ഷിണേന്ത്യൻ സാഹിത്യത്തിലെ മികച്ച സംഭാവനകൾക്കുള്ള ഈ വർഷത്തെ ബുക്ക് ബ്രഹ്മ പുരസ്കാരത്തിന് അർഹയായത് KR മീരയാണ്. മീരയുടെ ആരാധകർക്ക് നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ ദക്ഷിണേന്ത്യൻ സാഹിത്യത്തിലെ മികച്ച സംഭാവനകൾക്കുള്ള ഈ വർഷത്തെ ബുക്ക് ബ്രഹ്മ പുരസ്കാരത്തിന് അർഹയായതാണ് KR മീരയാണ്. ആ പോയിന്റ് വിട്ടുപോകരുത്. ഇനി അടുത്തത് ഭൂമിയെ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഭൂമിയെ പുറത്തു നിന്ന് കണ്ടപ്പോൾ മനസ്സിൽ ആദ്യം തോന്നിയത് അത് മുഴുവൻ ഒന്നായി കാണപ്പെടുന്നു എന്നതാണ്. ഒരു അതിർത്തിയും കാണാനായില്ല, ഒരു അതിർത്തിയുമില്ല, ഒരു സംസ്ഥാനവുമില്ല, ഒരു രാജ്യവുമില്ല എന്നാണ് തോന്നിയത്. നിങ്ങൾക്കറിയാം, അടുത്ത കാലത്ത് നമ്മുടെ ഇന്ത്യൻ വംശജനായ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിൽ എത്തിയപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ് ആക്സിയം 4 ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആക്സിയം ദൗത്യമുണ്ടല്ലോ. ഭൂമിയെ പുറത്തു നിന്ന് കണ്ടപ്പോൾ മനസ്സിലാദ്യം തോന്നിയത് അത് മുഴുവൻ ഒന്നായി കാണപ്പെടുന്നു എന്നതാണ്. ഒരതിർത്തിയും കാണാനായില്ല, ഒരു അതിർത്തിയുമില്ല, ഒരു സംസ്ഥാനവുമില്ല, ഒരു രാജ്യവുമില്ല എന്നാണ് തോന്നിയത്. നാം എല്ലാം മനുഷ്യകുലത്തിന്റെ ഭാഗമാണ്. ഭൂമി നമ്മുടെ വീടും, നാം എല്ലാം അതിലുണ്ട്. ഇത് ആരുടെ വാക്കുകളാണെന്ന് ചോദിക്കാം. ശുഭാംശു ശുക്ലയുടേതാണ്. അടുത്തത് NCERT പരിസ്ഥിതി പഠന പുസ്തകത്തിലെ ഭൂമി നാം പങ്കിടുന്ന വീട് എന്ന അധ്യായത്തിൽ ഈ വാക്കുകൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഏതാണ് ഈ ശുഭാംശു ശുക്ലയുടെ ഈ വാക്കുകൾ? NCERT പരിസ്ഥിതി പാഠപുസ്തകത്തിലാണ് ഭൂമി നാം പങ്കിടുന്ന വീട് എന്ന അധ്യായത്തിൽ ഈ വാക്കുകൾ ഉൾപ്പെടുത്തിയത്. അടുത്തത് ഇന്ത്യ സിംഗപ്പൂർ സംയുക്ത എക്സാമിന് ചോദിക്കും സൈനിക അഭ്യാസമാണ് ബോൾഡ് കുരുക്ഷേത്ര 2025. അപ്പോൾ ഈ ബോൾഡ് കുരുക്ഷേത്ര 2025 വേദി രാജസ്ഥാനിലെ ജോധ്പൂർ ആണ്. ഇന്ത്യ സിംഗപ്പൂർ സംയുക്ത സൈനിക അഭ്യാസമാണ് ബോൾഡ് കുരുക്ഷേത്ര 2025 വേദി ജോധ്പൂർ ആണ്, രാജസ്ഥാനിൽ. അടുത്തത് സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗം നീതി ലഭ്യമാക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയുടെ സമയമാണ്. സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗം നീതി ലഭ്യമാക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് സമയം. അടുത്തത് അയൽക്കൂട്ടം അംഗങ്ങളുടെ എണ്ണം 50 ലക്ഷത്തിലെത്തിക്കാൻ ലക്ഷ്യമിടുന്ന കുടുംബശ്രീ ക്യാമ്പയിനാണ് 50+ ആണ്. 50+ ആണ് അയൽക്കൂട്ട അംഗങ്ങളുടെ എണ്ണം 50 ലക്ഷത്തിലെത്തിക്കാൻ ലക്ഷ്യമിടുന്ന കുടുംബശ്രീയുടെ ക്യാമ്പയിൻ. അടുത്തിടെ വാഹന അപകടത്തിൽ മരിച്ച മാരത്തോൺ മുത്തച്ഛൻ എന്നറിയപ്പെടുന്ന മാരത്തോൺ ഓട്ടക്കാരനാണ് ഫൗജ സിംഗ് ആണ്. അടുത്തിടെ അദ്ദേഹം വാഹനാപകടത്തിൽ മരിച്ചു. മാരത്തോൺ മുത്തച്ഛനാണ് എന്നറിയപ്പെടുന്ന മാരത്തോൺ ഓട്ടക്കാരനാണ് ഫൗജ സിംഗ്. അടുത്തത് 2025 80 വർഷം തികയുന്ന ലോകത്തിലെ ആദ്യ അണുബോംബ് പരീക്ഷണം ട്രിനിറ്റി പരീക്ഷണമാണ്. ട്രിനിറ്റി പരീക്ഷണം 2025 80 വർഷം തികയുന്ന ലോകത്തിലെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണമാണ്. അടുത്ത് സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ജീവധാരയാണ്. നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ് ജീവധാര. അടുത്ത പോയിന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അടുത്തിടെ 2025-35 കാലയളവിനെ
ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണെന്നുള്ളത്. അടുത്തത്, മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ 2025 ജൂണിൽ പുറത്തിറക്കിയ ആപ്പാണ് കോർട്ട് ക്ലിക്കാണ്. മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ 2025 ജൂണിൽ പുറത്തിറക്കിയ ആപ്പാണ് കോർട്ട് ക്ലിക്കാണ്. അതൊന്ന് അറിഞ്ഞുകൊള്ളുക. അടുത്തത്, ഏത് സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ്? ഇതും ഓൾറെഡി നമ്മൾ പഠിച്ചു. റാങ്പൂർ റെയിൽവേ സ്റ്റേഷൻ ആദ്യത്തെ, സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് റാങ്പൂർ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുസ്തകത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. മൾബറി എന്നോട് നിന്റെ സോർബിയെക്കുറിച്ച് പറയൂ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ബെന്യാമിൻ ആണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ തന്നെ കക്കോരി ട്രെയിൻ ഗൂഢാലോചന, ഈ ഗൂഢാലോചന അല്ലെങ്കിൽ കവർച്ച 2025 ആകുമ്പോൾ 100 വർഷം തികയുകയാണ്. കക്കോരി ട്രെയിൻ കവർച്ച നടന്ന 1925 ഓഗസ്റ്റ് 9-നാണ്. അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. അടുത്തത്, വേൾഡ് ഇക്കണോമിക് ഫോറം പുറത്തിറക്കിയ 2025 ആഗോള ഊർജ പരിവർത്തന സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം സ്വീഡനാണ്. ഇന്ത്യയുടെ സ്ഥാനം 71. വേൾഡ് എക്കണോമിക് ഫോറമാണ് 2025 ആഗോള ഊർജ പരിവർത്തന സൂചികയിൽ പുറത്തിറക്കിയ ആഗോള പരിവർത്തന സൂചികയിൽ 1-ാം സ്ഥാനത്ത് സ്വീഡനും, ഇന്ത്യയുടെ സ്ഥാനം 71. അടുത്തത്, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ ചെയർപേഴ്സണാണ് നിതിൻ ഗുപ്തയാണ്. നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ ചെയർപേഴ്സൺ. അടുത്തത്, മധുരപാനീയങ്ങൾക്ക് പഞ്ചസാരയുടെ അളവിനനുസരിച്ച് നികുതി ഏർപ്പെടുത്തുന്ന രാജ്യമാണ് UAE ആണ്. മധുരപാനീയങ്ങൾക്ക് പഞ്ചസാരയുടെ അളവിനനുസരിച്ച് നികുതി ഏർപ്പെടുത്തുന്ന രാജ്യം. അടുത്തത്, ഓപ്പൺ AI അവതരിപ്പിച്ച പുതിയ വെർച്വൽ അസിസ്റ്റന്റ് ആണ്, അറിഞ്ഞിരിക്കണം. ചാറ്റ് GPT ഏജന്റ് ആണ് ഓപ്പൺ AI അവതരിപ്പിച്ച പുതിയ വെർച്വൽ അസിസ്റ്റന്റ്. അടുത്തത്, ട്രൈബൽ ജീനോം സീക്വൻസിംഗ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത് ആണ്. ട്രൈബൽ ജീനോം സീക്വൻസിംഗ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. അടുത്തത്, ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ആദ്യ വനിതാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മാനേജിംഗ് ഡയറക്ടറുമായി 2025 നിയമിതയായ മലയാളിയാണ് പ്രിയ നായരാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ആദ്യ വനിതാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മാനേജിംഗ് ഡയറക്ടറുമായി 2025 നിയമിതയായ മലയാളി പ്രിയ നായർ. അടുത്തത്, സംസ്ഥാന വനിതാ ശിശു വികസന ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 ആണ്. സംസ്ഥാന വനിതാ ശിശു വികസന ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. നമ്പിയോ സേഫ്റ്റി ഇൻഡെക്സ് 2025 പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം യൂറോപ്പിലെ അണ്ടോറയാണ്. നമ്പിയോ സേഫ്റ്റി ഇൻഡെക്സ് 2025 പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം യൂറോപ്പിലെ അൻഡോറ. അടുത്തിടെ അഡൽ ക്ലിനിക്കുകൾക്ക് മദർ തെരേസയുടെ പേര് നൽകിയ സംസ്ഥാനമാണ് ജാർഖണ്ഡ് ആണ്. അടുത്തിടെ അഡൽ ക്ലിനിക്കുകൾക്ക് മദർ തെരേസയുടെ പേര് നൽകിയ സംസ്ഥാനമാണ് ജാർഖണ്ഡ് ആണ്. അതറിഞ്ഞിരിക്കണം. അഡൽ ക്ലിനിക്കുകളുടെ പേര് മാറ്റിയിട്ട് മദർ തെരേസയുടെ പേര് നൽകി. അടുത്തത്, എൻ്റെ ജീവിത പദങ്ങൾ എന്ന പുസ്തകം എഴുതിയത് PS വേലായുധനാണ്. എൻ്റെ ജീവിത പദങ്ങൾ എന്ന പുസ്തകം എഴുതിയത് PS വേലായുധൻ. അടുത്തത്, കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി, നമുക്കറിയാം COP30 എന്നുള്ളത് അല്ലേ. ഈ COP30യുടെ 2025 വേദി ബ്രസീലാണ്. അറിഞ്ഞിരിക്കണം, എക്സാമിന് ചോദിക്കും. സ്ഥിരം സാന്നിധ്യമാണ് ഈ COP30യുടെ വേദി. 2024 COP29 ആയിരുന്നു. ആ COP29ന്റെ വേദി അസർബൈജാനാണ്. അതായത് 30ാമത്തെ ഉച്ചകോടിയാണ് ഇനി വരാൻ പോകുന്നത്. കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി 30ാമത്തെ ഉച്ചകോടിയാണ്. അതിൻ്റെ വേദി 2025 ബ്രസീലാണ്. 2024 COP29ന്റെ വേദി അസർബൈജാൻ ആയിരുന്നു. അടുത്തത്, ഹരിയാനയുടെ പുതിയ ഗവർണറാണ് ആഷിം കുമാർ ഘോഷ് ആണ്. ഹരിയാനയുടെ പുതിയ ഗവർണർ ആഷിം കുമാർ ഘോഷ്. ന്യൂയോർക്ക് ടൈംസിന്റെ 21ാം നൂറ്റാണ്ടിലെ 100 മികച്ച സിനിമകൾ എന്ന പട്ടികയിൽ ഒന്നാമതെത്തിയ കൊറിയൻ ചലച്ചിത്രമാണ് പാരസൈറ്റ് ആണ്. ഈ പാരസൈറ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ന്യൂയോർക്ക് ടൈംസിന്റെ 21ാം നൂറ്റാണ്ടിലെ 100 മികച്ച സിനിമകൾ എന്ന പട്ടികയിൽ ഒന്നാമതെത്തിയ കൊറിയൻ ചലച്ചിത്രമാണ് പാരസൈറ്റ്. അടുത്തത്, അമേരിക്കൻ വൈദ്യുത കാർ നിർമ്മാതാക്കളായ ടെസ്ലയുടെ ആദ്യ ഷോറൂം ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ആരംഭിച്ചത് മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിലാണ്. അമേരിക്കൻ വൈദ്യുത കാർ നിർമ്മാതാക്കളായ ടെസ്ലയുടെ ആദ്യ ഷോറൂം ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങിയത് മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിൽ. LICയുടെ എക്സാമിന് ചോദിക്കുക. LICയുടെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ആർ ദൊരൈസ്വാമിയാണ്. LICയുടെ പുതിയ CEO. അടുത്തത്, 2025 ജൂലൈയിൽ 5 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഹരേല ഉത്സവം. ഓർത്തിരിക്കണം, ഹരേല ഉത്സവം ഉത്തരാഖണ്ഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടെയാണ് ധാരാലി ഗ്രാമമൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, മേഘവിസ്ഫോടനത്തിൽ ഒളിച്ചു പോയ. അപ്പോൾ 2025 ജൂലൈ
5 ലക്ഷത്തിലധികം. കാരണം അന്ന് പരിസ്ഥിതി ദിനമാണെന്നറിയാം. ആണോ? ജൂലൈ 5 പരിസ്ഥിതി ദിനമാണോ? ജൂൺ 5 അല്ലേ പരിസ്ഥിതി ദിനം? ജൂൺ 5 പരിസ്ഥിതി ദിനം. ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് ജൂലൈ 5. ഈ ജൂലൈ 5 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഹരേല ഉത്സവം ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അത് അറിഞ്ഞിരിക്കണം. അടുത്തത്, നാസയുടെ ബഹിരാകാശ കാഴ്ചകൾ, റോക്കറ്റ് വിക്ഷേപണങ്ങൾ, ബഹിരാകാശ ദൗത്യങ്ങൾ എന്നിവ തത്സമയം കാണുന്നതിനായി നാസയുമായി കൈകോർക്കുന്ന സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ് നെറ്റ്ഫ്ലിക്സിനെ കുറിച്ച് എല്ലാവരും കേട്ടോ. നെറ്റ്ഫ്ലിക്സ് ആണ് നാസയുടെ ബഹിരാകാശ കാഴ്ചകളും റോക്കറ്റ് വിക്ഷേപണങ്ങളും ബഹിരാകാശ ദൗത്യങ്ങളൊക്കെ തത്സമയം കാണുന്നതിനായി നാസയുമായി കൈകോർക്കുന്ന സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം. അടുത്തത്, ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായി ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്തത് SBI ആണ്. ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായി ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അടുത്ത, ഭിന്നശേഷിക്കാരായ യുവകലാ പ്രതിഭകൾക്കുള്ള സംസ്ഥാനതല ആർട്ട് ഗ്രൂപ്പാണ് റിതമാണ്. ഭിന്നശേഷിക്കാരായ യുവകലാ പ്രതിഭകൾക്കുള്ള സംസ്ഥാന തലത്തിലെ ആർട്ട് ഗ്രൂപ്പാണ് റിതം. അടുത്തത്, കാഴ്ചവൈകല്യമുള്ള യാത്രക്കാരെ സഹായിക്കുന്നതിനായി ധ്വനി സ്പന്ദന യോജന. ഓർത്തിരിക്കണം, ധ്വനി സ്പന്ദന യോജന ആരംഭിച്ച സംസ്ഥാനമാണ് കർണാടകയാണ്. കാഴ്ചവൈകല്യമുള്ള യാത്രക്കാരെ സഹായിക്കുന്നതിനായി ധ്വനി സ്പന്ദന യോജന ആരംഭിച്ച സംസ്ഥാനം. അടുത്തത്, കൃഷിവകുപ്പിന്റെ യോഗങ്ങൾ ലൈവായിട്ട് സംപ്രേഷണം ചെയ്യാൻ ആരംഭിച്ച പദ്ധതിയാണ് വെളിച്ചം പദ്ധതി. കൃഷിവകുപ്പിന്റെ യോഗങ്ങളാണ് ലൈവായിട്ട് സംപ്രേഷണം ചെയ്യാൻ ആരംഭിച്ച പദ്ധതിയാണ് വെളിച്ചം പദ്ധതി. അടുത്ത, പട്ടികവർഗക്കാരുടെ കയ്യിലുള്ള തരിശുഭൂമി കൃഷിയോഗ്യമാക്കി മാറ്റുവാനുള്ള പദ്ധതിയാണ് ഹരിതരശ്മിയാണ്. പട്ടികവർഗക്കാരുടെ കയ്യിലുള്ള തരിശുഭൂമി കൃഷിഭൂമിയാക്കി മാറ്റുവാനുള്ള പദ്ധതി ഹരിതരശ്മി. അടുത്ത, 57ാമത് അന്താരാഷ്ട്ര കെമിസ്ട്രി ഒളിമ്പ്യാഡിന് വേദിയാകുന്നത് ദുബായ് ആണ്. അറിഞ്ഞിരിക്കണം, ദുബായ് ആണ് 57ാമത് അന്താരാഷ്ട്ര കെമിസ്ട്രി ഒളിമ്പ്യാഡിന് വേദിയാകുന്നത്. ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയത്തിൽ മണ്ണിനടിയിലായ പുരാതന ശിവക്ഷേത്രമാണ് കൽപ്പ് കേദാർ ക്ഷേത്രമാണ് ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയത്തിൽ മണ്ണിനടിയിലായ ക്ഷേത്രം. പുരാതന ശിവക്ഷേത്രമാണ് കൽപ്പ് കേദാർ ക്ഷേത്രം. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഓഗസ്റ്റിലെ 10 മുതൽ 16 വരെയുള്ള കറണ്ട് അഫേഴ്സ് ആണ് നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെച്ചത്. അടുത്ത ക്ലാസ്സിൽ 17 മുതൽ 3rd വീക്കിലെ കറണ്ട് അഫേഴ്സ് നമുക്ക് മനസ്സിലാക്കാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ ബൈ, ടേക്ക് കെയർ.